നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ആൻഡ് ഫംഗ്ഷൻ യൂസിങ് പെർസെപ്ട്രോൺ നെറ്റ്വർക്ക് ആണ്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻപുട്ടും ടാർഗറ്റും ബൈപോളാർ ആണ്. ബൈപോളാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂസ് 1 ഉം -1 ഉം ആയിരിക്കും. നമ്മളിവിടെ ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഫംഗ്ഷന്റെ പ്രത്യേകത നമുക്ക് അറിയാവുന്നതാണ്. രണ്ട് ഇൻപുട്ടും 1 ആയാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരികയുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം ഔട്ട്പുട്ട് -1 ആണ്. ഇവിടെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ആക്ടിവേഷൻ ഫംഗ്ഷൻ നമുക്ക് തരുന്ന വാല്യൂസ് 0യോ 1ഓ -1ഓ ആയിരിക്കും. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യോ 1ഓ -1ഓ ആയിരിക്കും. എപ്പോഴാണോ നമ്മുടെ നെറ്റ് ഇൻപുട്ടിന്റെ വാല്യൂ 0 ആകുന്നത് ആ സമയത്ത് ഔട്ട്പുട്ട് 0യും, നെറ്റ് ഇൻപുട്ടിന്റെ വാല്യൂ ലെസ് ദാൻ 0 അതായത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഔട്ട്പുട്ട് -1 ആയിട്ടും, എപ്പോഴാണോ നമ്മുടെ നെറ്റ് ഇൻപുട്ടിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അതായത് ഒരു പോസിറ്റീവ് നമ്പർ വരുന്നത് അപ്പോൾ ഔട്ട്പുട്ട് +1 ആയിട്ട് നമ്മൾ എടുക്കും. നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. y ഇൻപുട്ട് എന്ന് പറയുന്നത് x1 × w1 + x2 × w2 + 1 × ബയാസ് ആണ്. എത്ര ഇൻപുട്ട് ആണ് ഉള്ളത് അത്രയും ഇൻപുട്ട് അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റുമായി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എടുക്കുന്നതാണ് നമ്മുടെ നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഇൻപുട്ട് ആണ് ഉള്ളത്, x1 ഉം x2 ഉം. അതിന്റെ വെയിറ്റ്സ് എന്ന് പറയുന്നത് w1 ഉം w2 ഉം ആണ്. അതുപോലെ തന്നെ ഒരു ബയാസ് ടേം കൂടെ ഇവിടെ ഉണ്ട്. ബയാസിന് എപ്പോഴും ഇൻപുട്ട് നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു പോസിറ്റീവ് നമ്പർ വരാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ വരാം, അല്ലെങ്കിൽ 0 വരാം. 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് 0 ആയിട്ടും, ഒരു നെഗറ്റീവ് നമ്പർ ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് -1 ആയിട്ടും, ഒരു പോസിറ്റീവ് നമ്പർ ആണ് നമുക്ക് നെറ്റ് ഇൻപുട്ടിന് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് +1 ആയിട്ടും എടുക്കും. ഇവിടെ നമ്മൾ വെയിറ്റും ബയാസും ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 0 ആയിട്ടാണ്. അതുപോലെ തന്നെ ലേണിംഗ് റേറ്റ് നമ്മൾ 1 ആയിട്ടും ഇനിഷ്യലൈസ് ചെയ്തു. നമ്മൾ നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ഔട്ട്പുട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കിട്ടിയ ഔട്ട്പുട്ടും ടാർഗറ്റും ഡിഫറെന്റ് ആണ് എങ്കിൽ നമ്മൾ പുതിയ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പുതിയ വെയിറ്റ് എന്ന് പറയുന്നത് ലേണിംഗ് റേറ്റ് ഇൻറ്റു ടാർഗറ്റ് ഇൻറ്റു ഇൻപുട്ട് ചെയ്ത് പഴയ വെയിറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് എടുക്കുന്നതാണ്. നമ്മുടെ ഔട്ട്പുട്ടും ടാർഗറ്റും ഡിഫറെന്റ് ആണ് എങ്കിൽ മാത്രം നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ഇൻപുട്ട് കേസ് എടുക്കാം. ആദ്യത്തെ കേസിൽ രണ്ട് ഇൻപുട്ടും 1 ആണ്. വെയിറ്റും ബയാസും 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നെറ്റ് ഇൻപുട്ട് ആണ്. നെറ്റ് ഇൻപുട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല അറിയാം. x1 × w1 + x2 × w2 + 1 × ബയാസ് ആണ്. x1ന്റെയും w1ന്റെയും x1ന്റെ വാല്യൂ 1 ഉം w1ന്റെ വാല്യൂ 0 ഉമാണ്. x2ന്റെ വാല്യൂ 1 ഉം w2ന്റെ വാല്യൂ 0. അതുപോലെ തന്നെ ബയാസ് 0. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. 0 ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടും 0 ആയിട്ട് നമ്മൾ എടുക്കും. ടാർഗറ്റ് നമുക്ക് ടേബിളിൽ നോക്കിയാൽ അറിയാം. ടാർഗറ്റ് വാല്യൂ ഈ കേസിൽ 1 ആണ്. ഔട്ട്പുട്ടും ടാർഗറ്റും ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ പുതിയ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പുതിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓൾഡ് വെയിറ്റിന്റെ കൂടെ ലേണിംഗ് റേറ്റ് ഇൻറ്റു ടാർഗറ്റ് ഇൻറ്റു ഇൻപുട്ട് കണ്ട് ആഡ് ചെയ്യണം. ഇവിടെ W1 ന്യൂ എന്ന് പറയുന്നത് W1 ഓൾഡിന്റെ കൂടെ, W1 ഓൾഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിൽ നമ്മൾ എത്രയാണോ വെയിറ്റ് എടുത്തത് ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ഇപ്പം യൂസ് ചെയ്ത W1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 0 പ്ലസ് ലേണിംഗ് റേറ്റ് 1 ആണ് ഇൻറ്റു ടാർഗറ്റ് 1 ആണ് ഇൻറ്റു ഇൻപുട്ട്, ആദ്യത്തെ ഇൻപുട്ട് അതും 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് വാല്യൂ 1 വന്നു. ഇതുപോലെ തന്നെ നമ്മൾ W2 ന്യൂവും കാണും. W2 ന്യൂവും നമുക്ക് 1 തന്നെ കിട്ടി. അടുത്ത നമ്മൾ പുതിയ ബയാസ് കാൽക്കുലേറ്റ് ചെയ്തു. പുതിയ ബയാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 1 തന്നെ കിട്ടി. നമുക്കിനി അടുത്ത കേസിലോട്ട് പോകാം. അടുത്ത കേസിൽ ആദ്യത്തെ ഇൻപുട്ട് 1 ഉം രണ്ടാമത്തെ ഇൻപുട്ട് -1 ഉമാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന വെയിറ്റും ബയാസും എന്ന് പറയുന്നത് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വെയിറ്റും ബയാസും ആണ്.
ഇവിടെ നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ തന്നെ നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1 ആണ്. 1 ആയതുകൊണ്ട് ഔട്ട്പുട്ട് നമ്മൾ 1 ആയിട്ട് തന്നെ എടുക്കും. പക്ഷേ നമുക്ക് ഈ കേസിൽ ടാർഗറ്റ് -1 ആയിരുന്നു. അതായത് ഔട്ട്പുട്ടും ടാർഗറ്റും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും പുതിയ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. പുതിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലേണിംഗ് റേറ്റ് ഇൻറ്റു ടാർഗറ്റ് ഇൻറ്റു ഇൻപുട്ട് ചെയ്ത് പഴയ വെയിറ്റിന്റെ കൂടെ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ W1 ന്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടി. W2 ന്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 കിട്ടി. ബയാസ് പുതിയ ബയാസ് എന്ന് പറയുന്നത് 0 കിട്ടി. W1 ന്യൂ 0 കിട്ടി. W2 ന്യൂ 2 കിട്ടി. ബയാസ് ന്യൂ 0 കിട്ടി. ഇനി അടുത്ത കേസിൽ നമ്മൾ ഈ വെയിറ്റും ബയാസും വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് കേസ് 3 നോക്കാം. കേസ് 3യിൽ ആദ്യത്തെ ഇൻപുട്ട് -1ഉം രണ്ടാമത്തെ ഇൻപുട്ട് 1ഉമാണ്. വെയിറ്റ് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ കിട്ടിയ വെയിറ്റ് ആണ് നമ്മൾ ഇവിടെ എടുത്തത് 0 ടു ബയാസ് 0. ഇവിടെയും നമുക്ക് നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കഴിഞ്ഞ രണ്ട് കേസിലും ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 2 കിട്ടി. ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് പോസിറ്റീവ് 1 ആയിരിക്കും. ടാർഗറ്റ് പക്ഷേ -1 ആണ്. ടാർഗറ്റ് വാല്യൂ നമുക്ക് ടേബിളിൽ നിന്നും കിട്ടും. ഇത് -1 ആണ്. അതുകൊണ്ട് ഇവിടെയും നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഔട്ട്പുട്ടും ടാർഗറ്റും ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും പുതിയ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. പുതിയ വെയിറ്റ് നമുക്ക് കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ തന്നെ പുതിയ വെയിറ്റ് W1 ന്യൂവും W2 ന്യൂവും ബയാസ് ന്യൂവും കാണും. നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ 1 1 -1 ആണ്. ഇനി ഈ വെയിറ്റും ബയാസും യൂസ് ചെയ്ത് നമ്മൾ അടുത്ത കേസിൽ ചെയ്യും. അടുത്ത കേസിൽ നമ്മുടെ രണ്ട് ഇൻപുട്ടും -1 ആണ്. തൊട്ട് മുമ്പിൽ കിട്ടിയ വെയിറ്റും ബയാസും നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് ഇൻപുട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ -3 ആണ്. ഒരു നെഗറ്റീവ് നമ്പർ വന്നതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് -1 ആയിട്ട് എടുക്കും. ഇവിടെ ടാർഗറ്റും -1 തന്നെയാണ്. ഔട്ട്പുട്ടും ടാർഗറ്റും സെയിം ആയതുകൊണ്ട് ഇവിടെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 4 കേസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഒരു ഐട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഐട്രേഷൻ ആണ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഐട്രേഷൻ നമുക്ക് ചെയ്യാം. സെക്കൻഡ് ഐട്രേഷനിൽ ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ കേസിൽ രണ്ട് ഇൻപുട്ടും 1 ആണ്. വെയിറ്റും ബയാസും നമുക്ക് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ കിട്ടിയ വെയിറ്റും ബയാസുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ ഇവിടെയും നമ്മൾ നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെറ്റ് ഇൻപുട്ട് നമുക്ക് കിട്ടിയത് 1 ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ടും 1, നമ്മുടെ ടാർഗറ്റും 1 തന്നെയാണ്. ഇവിടെ ഔട്ട്പുട്ടും ടാർഗറ്റും സെയിം ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അടുത്ത കേസിലോട്ട് നമ്മൾ പോവുകയാണ്. കേസ് 2. ഇവിടെ ആദ്യത്തെ ഇൻപുട്ട് 1ഉം രണ്ടാമത്തെ ഇൻപുട്ട് -1 ആണ്. നമ്മുടെ ടാർഗറ്റ് ഇവിടെ -1 ആണ്. ബയാസ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ യൂസ് ചെയ്ത അതേ ബയാസും വെയിറ്റും തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമ്മൾ നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ -1 ആണ്. അതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് -1 ആയിട്ട് എടുക്കും. ടാർഗറ്റും നമുക്ക് -1 ആണ്. ഔട്ട്പുട്ടും ടാർഗറ്റും സെയിം ആയതുകൊണ്ട് ഈ കേസിലും നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അടുത്തന്നെ നമുക്ക് മൂന്നാമത്തെ കേസിലോട്ട് പോകാം. മൂന്നാമത്തെ കേസിൽ ആദ്യത്തെ ഇൻപുട്ട് -1ഉം രണ്ടാമത്തെ ഇൻപുട്ട് 1ഉമാണ്. ഇവിടെ നമുക്ക് നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1 കിട്ടി. -1 കിട്ടിയത് കൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് -1 ആയിട്ട് എടുക്കും. ടാർഗറ്റ് -1 തന്നെയാണ്. ഇവിടെയും ഔട്ട്പുട്ടും ടാർഗറ്റും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയും വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ചെയ്യാതെ അടുത്ത കേസിലോട്ട് പോവുകയാണ്. ഫോർത്ത് കേസിൽ രണ്ട് ഇൻപുട്ടും -1 ആണ്. ഇവിടെ യൂസ് ചെയ്ത ബയാസും വെയിറ്റും എന്ന് പറയുന്നത് തൊട്ട് മുമ്പിലത്തെ കേസിൽ യൂസ് ചെയ്ത അതേ വെയിറ്റും ബയാസുമാണ്. നമുക്ക് നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് -3 ആണ്. ഇവിടെയും ഒരു നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഔട്ട്പുട്ട് നമ്മൾ -1 ആയിട്ട് എടുക്കും. ടാർഗറ്റും -1 തന്നെയാണ്. ഇവിടെയും നമ്മുടെ ഔട്ട്പുട്ടും ടാർഗറ്റും സെയിം ആയതുകൊണ്ട് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല.
ഇവിടെ ഈ 4 കേസിലും നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതായത് 4 കേസിലും സെയിം വെയിറ്റും ബയാസും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എപ്പോഴാണോ 4 കേസിലും സെയിം വെയിറ്റും ബയാസും തന്നെ അപ്ഡേറ്റ് ആകാതെ നിൽക്കുന്നത് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ 4 കേസിലും വെയിറ്റ് അപ്ഡേറ്റ് ആകാതെ സെയിം വെയിറ്റ് തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഈ ഐട്രേഷനിൽ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ആൻഡ് ഫംഗ്ഷൻ നമ്മൾ പെർസെപ്ട്രോൺ നെറ്റ്വർക്ക് വെച്ച് ചെയ്യുന്നത്.